ഹലോ, ഇന്നിപ്പോൾ ശിവരാത്രി ആയതുകൊണ്ട് തന്നെ നമ്മളൊക്കെ വ്രതമൊക്കെ എടുത്ത് ശിവൻ്റെ അമ്പലത്തിലൊക്കെ പോയി തൊഴുത് പ്രാർത്ഥിച്ച് ഒരുപാട് പരിപാടികളും ഒക്കെ ഈ സമയത്ത് ഈ ഒരു ദിവസം ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ വ്രതമൊക്കെ എടുത്ത് നമ്മൾ നേരെ രാത്രിയായപ്പോൾ നമ്മൾ നേരെ പോയത് നമ്മുടെ അടുത്തുള്ള അർദ്ധനാരീശ്വര ക്ഷേത്രത്തിലേക്കാണ്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളെ ക്ഷേത്രം എന്ന് പറയുന്നത് വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ക്ഷേത്രമാണ്. അപ്പോൾ അകത്താണെങ്കിലും ശ്രീകോവിലിൻ്റെ അകത്തൊക്കെ ആണെങ്കിലും വെള്ളമാണ്, വെള്ളത്താൽ ഇങ്ങനെ മൂടപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രതിഷ്ഠ ഒന്നും കാണാൻ പറ്റില്ല, കാരണം ഫുള്ള് വെള്ളമായിരിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം മാത്രമാണ് ഇവിടെ വെള്ളം വറ്റിക്കുക. ഈ അമ്പലത്തിൽ ചുറ്റുഭാഗമുള്ള വെള്ളമോ ശ്രീകോവിലിലെ വെള്ളമൊക്കെ നമ്മൾ വറ്റിക്കും. എന്നിട്ട് നമുക്ക് ശരിക്കും നമ്മുടെ പ്രതിഷ്ഠയായ അർദ്ധനാരീശ്വരനെ കാണാൻ പറ്റും. അപ്പോൾ ഇന്ന് ശിവരാത്രി ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു ദിവസം മാത്രമേ ഇങ്ങനെ നമുക്ക് കാണാനുള്ള ഒരു ഭാഗ്യമുള്ളൂ കേട്ടോ. നമ്മൾ ഈ വെള്ളം ശ്രീകോവിലിൻ്റെ അകത്തത്തെ വെള്ളമൊക്കെ നേരെ തൊട്ടപ്പുറത്തുള്ള അമ്പലക്കുളത്തേക്കാണ് വെള്ളം അടിച്ചിട്ട് ഇങ്ങനെ മോട്ടറൊക്കെ വെച്ചിട്ടാണ് നമ്മൾ വെള്ളം അവിടുന്ന് മാറ്റുന്നത്. പിന്നെ ഇവിടെയൊക്കെ അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു, പുറത്തൊക്കെ അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറഞ്ഞ് വരുന്നുണ്ടായിരുന്നു. അകത്തത്തെ വെള്ളമൊക്കെ ഇങ്ങനെ അത്യാവശ്യം മുഴുവനായിട്ടും നമ്മളിതാ ഇവിടെ നിന്ന് എടുത്തിട്ട് കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി. കാരണം നമുക്ക് നമ്മൾ ചെന്ന സമയത്താണെങ്കിൽ നല്ല തിരക്കും ഉണ്ടായിരുന്നു. പിന്നെ ക്യൂ ഒക്കെ നിന്ന് കുറച്ചേരൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ അകത്തേക്ക് കയറിയത്. ഈ ഭാഗത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ വെള്ളം ഉണ്ടാവാറുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ഇങ്ങനെ വെള്ളം അടിച്ചിട്ട് കളഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെയൊക്കെ കുറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു കുറച്ച് സമയം, അതായത് ഒരു 11:30 ആകുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ ഒരു പ്രതിഷ്ഠ കാണാൻ പറ്റുക. ആ സമയത്ത് അതായത് ശിവരാത്രിക്ക് മാത്രമേ ഇങ്ങനെയുള്ളൊരു ചടങ്ങുള്ളൂ. അപ്പം നമുക്ക് അന്ന് മാത്രമേ ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് പേരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ വെച്ചാൽ ഈ ഒരു അമ്പലത്തേക്ക് വരിക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ്. പിന്നെ മറ്റുള്ള അമ്പലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇങ്ങനെ ജലത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് പേര് ഇങ്ങനെ ദൂരത്തു നിന്നൊക്കെ വരാറുണ്ട്, ഒരുപാട് പേര് അങ്ങനെ വരാറുണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ചൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തു. അപ്പോൾ അമ്പലമൊക്കെ നന്നായിട്ട് ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. രാത്രി 11:30 ആകുമ്പോഴത്തേക്കാണ് പൂജയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവുക. അപ്പോൾ അതിനിടയ്ക്ക് ഇവിടെ അന്നദാനവും കാര്യങ്ങളൊക്കെ ഇന്നത്തെ ദിവസം ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ രാത്രി ഉപ്പുമാവൊക്കെ ഉണ്ടായിരുന്നു കഴിക്കാൻ. വ്രതം അനുഷ്ഠിക്കുന്നതുകൊണ്ട് തന്നെ ഭക്ഷണമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉപ്പുമാവൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. പിന്നെ അതിനിടയ്ക്ക് ഒരുപാട് പേരിങ്ങനെ എത്തിയിട്ടുണ്ടായിരുന്നു, കാരണം ഇവിടെ കലാപരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു 11:30 ആകുമ്പോഴത്തേക്ക് പരിപാടിയൊക്കെ കഴിയണം എന്നുള്ള രീതിയിൽ പരിപാടികളൊക്കെ തുടങ്ങിയത് കേട്ടോ. പിന്നെ ഒരുപാട് കുറേ ഒരു 1.5 വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ കണ്ടു, അവളുടെ കുഞ്ഞിനെയും കണ്ടു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ